കന്യാസ്ത്രീകൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അവർ സഭാവസ്ത്രം സ്വീകരിച്ച് സഭയുടെ ഏതെങ്കിലും ഒരു കോൺഗ്രിഗേഷനിൽ അംഗമായ ഒരു വൗ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെയൊക്കെ അവരുപേക്ഷിച്ചതായിട്ടാണ് ഒരു സങ്കല്പം. പിന്നെ അവർക്കെല്ലാം സഭയാണ്. സ്വന്തം മാതാപിതാക്കൾ നൽകുന്ന പേര് പോലും അവർ പിന്നെ ഉപയോഗിക്കാറില്ല. സഭയിൽ പിന്നെ വേറൊരു പേരൊക്കെയാണ്. അപ്പോൾ അവരുടെ എല്ലാം പിന്നെ സഭ തന്നെയാണ്. ആ അർത്ഥത്തിൽ നോക്കിയാൽ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിൽ തെറ്റില്ല. അവർക്ക് വേണ്ടി ഇടപെടേണ്ടത് സഭ തന്നെയാണ്. സഭ തന്നെയാണ് എല്ലാം അവർക്ക്. അതിൽ തെറ്റില്ല. അത് എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ വളരെ അപലപനീയമായ ഒരു കാര്യമാണ്, പ്രതിഷേധാർഹമാണ് ഇത്തരത്തിലൊരു അവസ്ഥ ഈ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഇത്രയും ശക്തമായ നിയമങ്ങളടക്കം എല്ലാം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് കന്യാസ്ത്രീകളെ ആദിവാസി പെൺകുട്ടികളുടെ കൂടെ കണ്ടു, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നുള്ള നിലയിൽ ആരെങ്കിലും പരാതിപ്പെടുന്നു എന്നുള്ളതല്ല, തെറ്റ് ചെയ്തു എന്നുള്ളതോ അതിൻ്റെയൊക്കെ അപ്പുറമായി നമ്മളൊക്കെ കണ്ട വീഡിയോയിൽ ഒരു സ്ത്രീ അടക്കം ചിലർ ഒരു എന്താ പറയുക, അതിനൊക്കെ ഒരു ഗുണ്ടായിസം, ഒരു ഹൂളിഗാനിസം ആ രീതിയിലേക്ക് ഇടപെടുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ 11 വർഷമായിട്ട് ദിവസവും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ ആദ്യമായിട്ടല്ല. ഈ കഴിഞ്ഞ ജൂണിൽ ഒഡീഷയിൽ 90 വയസ്സായ ഒരു പാതിരിയെ, അദ്ദേഹം ലത്തീൻ റീത്തിൽപ്പെട്ട ഒരാളാണ്, ഒഡീഷയിൽ കയറി ആക്രമിച്ചു. 90 വയസ്സായതിനെ കത്തി ഉപയോഗിച്ചാണ് ആക്രമിച്ചത്. അതെ, ഞാൻ ഇത് ഒരുപാട് ഇത്തരത്തിൽ കണ്ടില്ല എന്ന് വേണേൽ പറയാം. കാരണം കൂടുതലും കാണുന്നത് ഞാൻ മറ്റൊരു വിഭാഗത്തിലാണല്ലോ. അത് എന്നെ കൊണ്ട് പറയിക്കണ്ട. ഈ ഘട്ടത്തിൽ കഴുത്ത് കണ്ടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് മറ്റൊരു വിഭാഗത്തിലാണ്. ഞാൻ അതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. അജിംസ് അതിലേക്ക് വഴിവെട്ടിയത് കൊണ്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ അതിലേക്കല്ല വഴിവെട്ടിയത്. ഞാൻ വഴിവെട്ടിയത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഞെട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. 11 വർഷമായി ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഒക്കെ. അല്ല, ഇത് കണ്ടാൽ മാത്രമേ അജിംസ് ഞെട്ടു. അതായത് പിന്നെ അതിലേക്ക് പോകണ്ട, അത് വിട്ടുകള അജിംസ്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു ജനാധിപത്യം നിലനിൽക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ സഭാവസ്ത്രം ധരിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. ഇന്ത്യയിലെ പൗരന്മാർ മാത്രം. അവരുടെ നേരെ പോലീസോ അല്ലെങ്കിൽ ഭരണഘടനാനുസൃതമായ എന്തെങ്കിലും നടപടികളോ എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു പരാതിയില്ല. ഇതിന്റെ കാരണം അവർ തെറ്റ് ചെയ്തെങ്കിൽ അത്തരത്തിലുള്ള ട്രയൽ നടത്തി അത് ശിക്ഷിക്കണമെങ്കിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഒരു പ്രിവിലേജും അവർക്ക് തരണ്ട, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത്തരത്തിലൊരു ഹൂളിഗാനിസം നടത്താൻ ആരധികാരം കൊടുത്തു? അവിടെയാണ് ചോദ്യം. അവര് ഒരു ആദിവാസി പെൺകുട്ടിയാണ് നിയമപരമായ 3-4 പേരെ കൊണ്ടുവന്നതും ആ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു നിയമപ്രകാരമാണ് കെന്നഡി അവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ആന്റി കൺവെൻഷൻ ലോ ആണ്. ആ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആ അറസ്റ്റിനെ പോലും പിന്തുണയ്ക്കുകയാണോ? അതെ, അതായത് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമമാണ്. ആ നിയമം മാറി വരുന്ന ജനാധിപത്യ സർക്കാരുകൾക്ക് പിന്തുടരേണ്ടി വരും. അതിപ്പോഴും അവിടെ നിലനിൽക്കുന്നു. ഇറ്റ് പെർപെച്യുവേറ്റ്സ്. സോ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിയമ നടപടികൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല. പ്രത്യേകിച്ച് അതൊരു ഗോത്രവർഗ കുട്ടികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രിവിലേജ് കിട്ടുന്ന വർഗമാണ് ഗോത്രവർഗം. ഷെഡ്യൂൾ കാസ്റ്റിനേക്കാളും ഷെഡ്യൂൾ ട്രൈബിന്റെ ഇതിലാണ് ആ ഗോത്രവർഗം വരിക. അപ്പോൾ അവർക്കെതിരെയുള്ള എന്തെങ്കിലും ഒരു ആരോപണം, അതും അതിലൊരു കുട്ടി എന്നെ കൊയേഴ്സ്ഡ് ആണ്, എന്നെ നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുവരുന്ന ഒരു മൊഴി കൊടുത്തു എന്നും നമ്മൾ വായിക്കുന്നു. നമുക്ക് ഇതിന്റെ ഒന്നും സത്യാവസ്ഥ അറിയില്ല. സത്യത്തിൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് കണ്ടില്ല. ഞാൻ കണ്ടില്ല. ഒന്ന് പറയാം, എവിടെയാണ് കണ്ടത് അങ്ങനെ ഒരു വാർത്ത? അങ്ങനെ ഒരു മൊഴി ആ പെൺകുട്ടി കൊടുത്തു എന്ന് ഏത് പത്രത്തിലാണ് കണ്ടത്? മാധ്യമങ്ങളിലൂടെയാണല്ലോ. അല്ല, ഇപ്പൊ സംസാരിക്കുന്ന ആള് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അവസരത്തിലായതുകൊണ്ട് ഞാൻ മറുപടി അദ്ദേഹത്തിന് പറയുന്നില്ല.